പ്രത്യേകിച്ച് സൂറത്തു യാസീൻ ഒരു പേരുണ്ട് അല്ലേ? എന്താ സൂറത്തു യാസീന്റെ സ്ഥാനപ്പേര്? ഖൽബുൽ ഖുർആൻ എന്നാണ്. എന്താ ഖൽബ് എന്ന് പറഞ്ഞാൽ? ഹൃദയം എന്നാണ്. ഖുർആനിന്റെ ഹൃദയം എന്നാണ്. എന്തുകൊണ്ടാണ് ഖുർആനിന്റെ ഹൃദയം എന്ന് ഈ അധ്യായത്തിന് പേര് നൽകപ്പെടാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കും? പറയൂ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും നല്ല അധ്യായമാണ്. നമുക്കതിനെ മലയാളത്തിലേക്കൊന്ന് പറയാം. ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട അധ്യായമാണ്. ഹൃദ്യമായ അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഖൽബുൽ ഖുർആൻ എന്ന് പറയുന്നു. ഇനി ആധികാരികമായി പറയാം, അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിൽ പരലോകവുമായി ബന്ധപ്പെട്ട, ഖിയാമത്തുമായി ബന്ധപ്പെട്ട, മരണവുമായി ബന്ധപ്പെട്ട, തൗഹീദുമായി ബന്ധപ്പെട്ട, ശിർക്കുമായി ബന്ധപ്പെട്ട, സ്വർഗവും നരകവും അവിടെയുള്ള രക്ഷാശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കപ്പെടുന്നത്, പ്രതിപാദിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തു യാസീനിന് ഖൽബുൽ ഖുർആൻ എന്ന് നാമകരണം ചെയ്യപ്പെടുന്നു. പാരായണം ചെയ്തു തുടങ്ങാം. നിങ്ങൾ റെഡിയാണോ? ഞാൻ മാത്രം ശബ്ദമുണ്ടാക്കിയാൽ പോരല്ലോ. നിങ്ങളെല്ലാവരും ഓതാൻ തയ്യാറാണെങ്കിൽ നമുക്കിവിടെ തുടങ്ങാം. റെഡി? ഒന്നാമത്തെ വചനം മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതിക്കോളൂ ശബ്ദത്തിൽ. നിങ്ങളിൽ വരുന്ന അക്ഷരത്തെറ്റുകൾ നിങ്ങൾ ഒരു മാസ് ആയതുകൊണ്ട് കണ്ടെത്താനോ തിരുത്താനോ ഇപ്പോൾ സന്ദർഭമില്ല. എങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശബ്ദത്തിലാവട്ടെ. ഓക്കെ. ബിസ്മി ഓതുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് സീന്, ബിസ്, ആ ഒരു വിസിലിംഗ് ഉണ്ടാവണം. ബിസ്മില്ലാഹിർ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ആ ഒരു ഓട്ടോറിക്ഷ ശബ്ദം ഉണ്ടല്ലോ, അതവിടെ വരാൻ പാടില്ല. അർറഹ്മാനി എന്ന് വരാൻ പാടില്ല. ഞാൻ എപ്പോഴും എളുപ്പത്തിന് പറയാറുള്ളത് മലയാളത്തിലെ റ, മലയാളത്തിലെ ഴ, ഈ റായും ഴായും മിക്സ് ചെയ്ത അക്ഷരമാണ്, ശബ്ദമാണ് അറബിയിലെ റ. ചില കുട്ടികളൊക്കെ ഇപ്പോൾ പുതുതായി അർറഹ്മാനി എന്ന് ഓതുന്നത് കേൾക്കാനിടയാകുന്നു. ഭയപ്പെടണം. ചുണ്ടിന്റെ അക്ഷരമല്ല റ. അർറഹ്മാനി റഹീം എന്ന് പറയുമ്പോൾ വാവായിപ്പോയി. ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ അങ്ങനെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അക്ഷരം തീർത്തു മാറിപ്പോവുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ആയത്ത് നിങ്ങൾക്ക് ഓതാം. ഉറക്കെ ഓതണമെന്നേ ഉള്ളൂ. ഓതിക്കോളൂ. ഒരു തിരുത്ത് നമുക്കിപ്പോൾ തന്നെ നടത്താം. ഇപ്പൊ ഓതിയതുപോലെ യാ എന്നതിന് ദീർഘമില്ല. ഓതേണ്ടത് യാസീൻ. ഇതാണ് യാസീൻ പിരിച്ചെഴുതിയാൽ ഉണ്ടാകുന്നത്. യാ സീൻ. ഇനി രണ്ട് നമ്പറുകൾ ഓർത്തു വെച്ചോളൂ. യാ എന്നത് രണ്ടക്ഷരത്തിന്റെ സമയം മാത്രമേ ദൈർഘ്യം കൊടുക്കാൻ പാടുള്ളൂ. യാ എന്നതിന് രണ്ടക്ഷരത്തിന്റെ സമയം മാത്രമേ ദൈർഘ്യം കൊടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. അഥവാ മദ് ത്വബീഇ അസ്ലി, സാധാരണ ദീർഘം എന്നാ നമ്മൾ പറയാം. സാധാരണ ദീർഘം മലയാളത്തിൽ എങ്ങനെ പറയാം? ആന എന്ന് പറയാറില്ലേ? ആരെങ്കിലും ആന വരുന്നെന്ന് പറയോ? ഇല്ല, അത് അധികം നീണ്ടുപോയി. ആന എന്നേ പറയുള്ളൂ. ആട്, ഓടി, ഊഞ്ഞാൽ എന്നൊക്കെ പറയുള്ളൂ. ദീർഘം സാധാരണമാണ്. അതാണ് ഇവിടെയും അലിഫ് അങ്ങനെ വരുമ്പോൾ സീൻ എന്നത് 6 അക്ഷരത്തിന്റെ സമയദൈർഘ്യം കൊടുക്കേണ്ടതാണ്. സീൻ എന്നതിന് 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം കൊടുക്കണം. ഈ എന്നത് അപ്പോ യാസീൻ. പടച്ചോനെ, ഇനി യാസീൻ ഓതണ്ട. അങ്ങനുണ്ടോ? യാസീൻ ഒരൊറ്റ ഇരിപ്പിന് തീർത്തങ്ങ് പോയിരുന്നെങ്കിൽ ഇനി അതിന് നടക്കൂല കൂട്ടരെ. നേരെ ഉള്ളപ്പോ ഓതാൻ ഇരുന്ന മദീന, തിരക്കിടണ്ടെന്ന.
ഒരു ദിവസം എത്ര ആയത്ത് ഓതി തീർക്കണം എന്നൊരു കണ്ടീഷനും ഇല്ല. എത്രയും തീർക്കാം, പക്ഷേ നിയമാനുസൃതമായിരിക്കണം. ഒന്ന് പാരായണം ചെയ്യാം. യാസീൻ ഓതു. ഒന്ന് ഔദു ബിസ്മി യാസീൻ ഓതു. അപ്പൊ തീർച്ചയായും വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടെ കടക്കാം എന്ന് പറഞ്ഞല്ലോ. യാസീൻ പരിചയപ്പെടുമ്പോൾ സാന്ദർഭികമായി വളരെ ലളിതമായി എളുപ്പത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഈ എഴുതിയത് എന്താണെന്ന് വായിക്കാൻ പറ്റുമോ? ഹുറൂഫുൽ മുഖത്തആത്ത്. ഹുറൂഫുൽ മുഖത്തആത്ത് എന്ന് പറഞ്ഞാൽ 29 അധ്യായങ്ങൾ, 114 അധ്യായങ്ങളിൽ 29 അധ്യായങ്ങൾ തുടങ്ങുന്നത് ചില അക്ഷരങ്ങൾ കൊണ്ടാണ്. ആ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ഹുറൂഫുൽ മുഖത്തആത്ത്. മലയാളത്തിൽ കേവല അക്ഷരങ്ങൾ എന്ന് പറയാം. കേവലാക്ഷരങ്ങൾ. എത്ര അധ്യായങ്ങൾക്കാണ് കേവലാക്ഷരങ്ങളുടെ തുടക്കമുള്ളത്? 29 അധ്യായങ്ങൾ. ആ കേവലാക്ഷരങ്ങൾ എത്ര അക്ഷരങ്ങൾ കൊണ്ടാണ് കോർത്തിണക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? അറബി അക്ഷരങ്ങൾ ടോട്ടൽ എത്രയാണോ അതിന്റെ പകുതി എത്രയായിരിക്കും? അപ്പൊ ടോട്ടൽ എത്രയല്ലേ? അതിന്റെ ഇരട്ടി 14. ഓക്കെ, 14 അക്ഷരങ്ങൾ കൊണ്ടാണ് കേവലാക്ഷരങ്ങൾ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഏതൊക്കെയാണ് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള കേവലാക്ഷരങ്ങൾ എന്ന് പരിശോധിക്കാം. ഒന്നാമത് അലിഫ് ലാം മീം. എങ്ങനെ പാരായണം ചെയ്യും അലിഫ് ലാം മീം? ലാം നിങ്ങൾ റെഡിൽ കാണുന്നതൊക്കെ 6 അക്ഷരത്തിന്റെ സമയം ദൈർഘ്യം കൊടുക്കേണ്ടതാണ്. അലിഫ് ഒട്ടും ദൈർഘ്യമില്ലാത്തതാണ്. അലിഫ് ലാം മീം ഹാമീം. പലരും ഹാമീം എന്ന ഹാ നീട്ടാറുണ്ടായിരുന്നു. അപ്പൊ മീമിന് ശബ്ദ് വരാറുണ്ടായിരുന്നു. 2 തെറ്റ് വരുന്നു. ഹാമീം. ഖാഫ്. വലിയൊരു സംശയമാണ് അവിടെ, അത് നീട്ടാനുണ്ടോന്ന്. അതൊന്ന് നീട്ടണം. ദീർഘത്തിന് ശേഷം നിങ്ങൾ എൻഡ് ചെയ്യുന്നത് സുക്കൂൻ നൽകിക്കൊണ്ടാണെങ്കിൽ അതൊക്കെ 6 ദൈർഘ്യം നൽകേണ്ടതാണ്. വിശദമായ പഠനം നടത്തേണ്ടതാണ്. കഹായാസാന്ന് ഓതുന്ന കുട്ടികളുണ്ടല്ലേ? എങ്ങനെ ഓതാം? കാഫ് ഹായാ ഐൻ സാദ്. ഒരു ക്ഷമാപണം നടത്തട്ടെ സഹോദരങ്ങളെ. ഹാ ബ്ലാക്ക് ലെറ്റർ ആവേണ്ടതാണ്. എഡിറ്റിംഗ് നടന്നപ്പോൾ മാറി റെഡായി പോയതാ. സാരമില്ല. ഹാ നീട്ടാനുള്ളതല്ല, യാ പോലെ നീട്ടാതെ ഓതേണ്ടതാണ്. കാഫ് ഐന് സ്വാദ് ഇത് മാത്രമേ ദീർഘമായി ഓതേണ്ടതുള്ളൂ. കാഫ് ഹായാ ഐൻ സാദ് നൂൻ സ്വാദ് യാസീൻ ത്വാഹ. ത്വാഹ രണ്ടും 2 അക്ഷരത്തിന്റെ. ത്വാസീം മീം. ത്വാസീൻ അലിഫ് ലാം റാ. റാ നീട്ടാൻ പാടില്ല. അലിഫ് ലാം റാ. അലിഫ് ലാം
റാ അലിഫ് ലാം മീം സ്വാദ്. 29 സൂറത്തിന്റെ തുടക്കം മാത്രമേ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കേണ്ടതുള്ളൂ. ഇതിന് ചില തിയററ്റിക്കൽ വശമുണ്ട്, അതിപ്പം പറയാൻ കഴിയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. ഇത്രയും 14 അക്ഷരങ്ങൾ. ഓക്കെ, അലിഫ് ലാം മീം, ഹാമീം, ഖാഫ്, കാഫ് ഹാ യാ ഐൻ സ്വാദ്, നൂൻ, സ്വാദ്, അലിഫ് ലാം റാ, അലിഫ് ലാം മീം റാ, അലിഫ് ലാം മീം സ്വാദ്, ത്വാസീൻ, ത്വാസീം മീം, ത്വാഹ, യാസീൻ. ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അടുത്ത വചനത്തിലേക്ക് കടക്കാം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. 6 വചനങ്ങൾ. യാസീൻ മുഴുവനായി ഓതിയിട്ട് എങ്ങനെ ഓതണം എന്ന് പഠിപ്പിക്കാൻ ഈ സംരംഭം മതിയാകില്ലല്ലോ. വളരെ ചുരുക്കം ഭാഗങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ വചനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. ഒന്ന്, വൽ ഖുർആനി എന്നതിലെ ഹംസ എന്ന അക്ഷരമാണ്. പലർക്കും ഹംസ ഉച്ചരിക്കുമ്പോൾ ആദ്യത്തിൽ മാത്രമേ ക്ലിയറായ ഉച്ചാരണം ഉണ്ടാവുകയുള്ളൂ, പിന്നെ ഉണ്ടാവൂല. വൽ ഖുർആനിൽ ഹകീം എന്ന് പറയാൻ പാടില്ല. ഹംസ എന്നത് അ ഇ ഉ എന്ന് ഒരു ഉണങ്ങിയ വടി പൊട്ടിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം ടിക് എന്ന ശബ്ദം വരണം. അ ഇ ഉ. വൽ ഖുർആനി വൽ ഖുർആനിൽ ഹകീം. ആ വചനം ഒന്ന് ഓതൂ. വൽ ഖുർ ഒന്നൂടെ. ഓക്കെ. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നൂന് ശബ്ദ് വന്നിട്ടുണ്ട്. എവിടെ? ഇന്നക. അപ്പോ സാധാരണ നമ്മൾ ഓതിപ്പോന്നത് പോലെ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് ഓതാൻ പാടില്ല. അത് പടച്ച തമ്പുരാനോട് നേർക്കുനേർ നടത്തുന്ന ഒരു ഏറ്റുമുട്ടലാണ്. അതൊരിക്കലും ആ ഒരു അനാദരവ് കാണിക്കാൻ പാടില്ല. അവിടെ ഇന്നക എന്നും അതേപോലെ തൊട്ടടുത്ത് ഖൗമമ്മ എന്ന് വന്ന മീമ് അതിലേക്ക് ചേർത്ത് വെച്ചപ്പോഴുണ്ടായ ശബ്ദും, നൂന് മീമ് എന്നീ അക്ഷരങ്ങൾക്ക്, ഈ 2 അക്ഷരങ്ങൾക്ക് ശബ്ദ് വന്നാൽ, കനപ്പിക്കപ്പെട്ടാൽ അത് സാധാരണ അക്ഷരം ഉച്ചരിക്കുന്ന പോലെ ഡബിളാക്കിയാൽ പോരാ, അത്ര കൂടെ സമയമെടുത്ത് മണിക്കണം. 2 അക്ഷരങ്ങളുടെ സമയമാണ് ഗുന്ന അഥവാ മണിക്കുന്നതിനുള്ളത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട നിയമമായ ഗുന്ന എന്ന നിയമത്തിലേക്ക് പോകാം. ഏതാണ് ഗുന്നയുടെ അക്ഷരങ്ങൾ? ഹർഫ ഗുന്ന. ഗുന്നയുടെ 2 അക്ഷരങ്ങൾ ഏതൊക്കെയാ? മീമും നൂനും ശബ്ദ് വരുമ്പോൾ ഇതെങ്ങനെ പാരായണം ചെയ്യാം? സുമ്മ. ഒതി നോക്കൂ. ഓക്കെ, ഇനി വീട്ടിൽ പോയിട്ട് ഉമ്മാനെ ഒക്കെ ഒന്ന് അങ്ങനെ വിളിച്ചാൽ മതി. അങ്ങനെ കുറെ പ്രാവശ്യം വിളിച്ചു പഠിച്ചാൽ അതങ്ങ് ശരിയാവും. ഓക്കെ. രണ്ടാമത് അമ്മ. ഒതി നോക്കൂ. ഇന്ന ലാകിന്ന. ഈ നിയമം പഠിച്ചു എന്ന് തോന്നില്ല ഇപ്പോൾ. പക്ഷേ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം. വളരെ എളുപ്പത്തിൽ. തജ്വീദ് ഒരു ക്ലാസ്സിൽ, 1 മണിക്കൂർ ക്ലാസ്സിലിരുന്ന് അതിൻ്റെ നിയമവശങ്ങൾ, തിയറി ഒക്കെ ഒന്ന് പഠിച്ചു പോയതുകൊണ്ടൊന്നും ഓതാൻ പഠിച്ചോളണമെന്നില്ല. നീന്തൽ തപാൽ വഴി പഠിച്ചാൽ നടക്കൂല എന്ന് പറഞ്ഞ പോലെ അത് ഇങ്ങനെ എഴുതി കേട്ട് പഠിച്ചതുകൊണ്ടോ എഴുതി പഠിച്ചതുകൊണ്ടോ ആവില്ല. പ്രാക്ടീസ് ചെയ്യണം. അതിന് എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞുതരാം. നമുക്ക് വേഗം ഒന്ന് വായിക്കാം. ശബ്ദിട്ട് എല്ലാ അക്ഷരങ്ങളെയും വായിക്കാം. അവിടെ നോക്കാം. അ അ ബബ്ബ തത്ത
സസ്സ ജജ്ജ ഹ ഹ ഹ ഹ. ഒന്നുകൂടെ ഹ ഹ ഹ ഹ. അത് ഹ ഹ പറഞ്ഞ പോലെ ഹ ഹ എന്ന് പറയരുത്, അത് ലേശം ഗൗരവത്തിലുണ്ട്. ഹ ഹ ഉരുട്ടി ഹെവി ലെറ്റർ. ഹ ഹ ദദ്ദ ദദ്ദ ററ ററ അല്ല ററ സസ്സ സസ്സ ശശ സസ്സ ضض. അവിടെ നമുക്ക് പ്രശ്നമല്ല അല്ലാന്ന് അല്ല. ضض ضض സോറി ضض ضض പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു അക്ഷരാണത്. അത് പലരും ഫഅാലുൻ ലിമാ എന്ന ഓതാറുള്ളത്. ഫഅാലുൻ ഹംസയാക്കും. അവിടെ ഐനിന് ശബ്ദ വരുമ്പോഴേക്ക് ഹംസയായി ഉച്ചരിക്കും. ഫഅാൽ അല്ല, ഫഅാലുൻ ലിമാ യുരീദ്. പറഞ്ഞോളൂ. അവിടെ കണ്ടിട്ട് പറഞ്ഞാൽ എന്നാ ഒരേ സമയത്താകും. ഓക്കെ, ഏതാണ്? ശബ്ദമില്ലല്ലോ നിങ്ങൾക്ക്. അവിടെ പോട്ടെ, അത് തന്നെ ഞാൻ നിർത്തി നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞത്. മമ്മയല്ല, നേരത്തെ ഉമ്മാനെ വിളിക്കാൻ പറഞ്ഞ എങ്ങനെയാ? അത് പറ്റൂല. അപ്പൊ എങ്ങനെ പറയണമെന്നറിയോ? മമ്മ നന്ന. ഓക്കെ. ബബ്ബ തത്ത സസ്സ ജജ്ജ ഹ ഹ. പറഞ്ഞോളൂ. ഖ ഖ ദദ്ദ ദദ്ദ ററ സസ്സ സസ്സ ശശ സ്വസ്സ ضض طط ضض ع غغ فف قق كك ലല്ല. വെരി ഗുഡ്. ചിലരൊക്കെ ചെയ്തു. മമ്മ നന്ന ഹ ഹ വവ്വ യയ്യ. ഒരു പാട്ട് പാടി നോക്കാം. ബബ്ബ തത്ത സസ്സ ജജ്ജ ഹ ഹ ഖ ഖ ദദ്ദ ദദ്ദ ററ സസ്സ സസ്സ ശശ സ്വസ്സ ضض طط ضض ع غغ فف قق كك لل مم نن ح ح وو ي. എവിടെ മാറണം? കുട്ടിക്ക് പാട്ടിഷ്ടമാണ്, അല്ല എല്ലാവർക്കും പാട്ടിഷ്ടമാണ്. പാടുന്ന സമയത്ത് അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടക്ഷരങ്ങൾ കുട്ടിയുടെ മനസ്സിൽ റെഡ് ലെറ്റർ മനസ്സിലുണ്ട്. അതോടൊപ്പം മറ്റൊരു കോട്ട് ആ പാട്ട് പാടുമ്പോൾ അവിടെ എത്തുമ്പോൾ ഈണം മാറ്റണം. ഒന്നെല്ലാവർക്കും കൂടെ പാടി നോക്കാം. ബബ്ബ തത്ത സസ്സ ജജ്ജ ഹ ഹ ഖ ഖ ദദ്ദ ദദ്ദ ററ സസ്സ സസ്സ ശശ സ്വസ്സ ضض طط ضض غغ فف قق كك لل مم نن ح ح وو ي. ഏതക്ഷരങ്ങളാ മണിച്ചോതേണ്ടത്? ഓക്കെ. ഇനി നിങ്ങൾക്ക് 10ാമത്തെ ആയത്തിലേക്ക് നോക്കാം. 10ാമത്തെ വചനം. വസവാഉൻ. നമ്മൾ ഓതി എന്താ? വസവാഉൻ അലൈഹിം. ഇല്ല, അങ്ങനെ ഒരു വസവാവില്ല. വസവാഉൻ. എന്തിനായിരിക്കും അങ്ങനെ ഓതാൻ പറഞ്ഞത്? അവിടെ ഒരു ദീർഘം അലിഫിന്റെ മേലെ നിങ്ങൾ ഒരു അലാമത്ത്, ഒരു അടയാളം കാണുന്നുണ്ടോ? ആ അടയാളം കണ്ടാൽ മനസ്സിലാക്കാം സാധാരണയിൽ അധികം ദീർഘം വേണം. അത് തന്നെ പലതും ഉണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ആ ആയത്തിൽ അധികം നീട്ടേണ്ടത് ഏതു മാത്രമാണ്? വസവാഉൻ എന്ന് ദീർഘമായി ഓതണം. യാസീൻ ഓതാൻ എത്ര നേരം വേണ്ടി വരും? നിയമാനുസൃത ഓതുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 20-25 മിനിറ്റ് വേണ്ടി വരും. ഒന്നും വേണ്ട, നമ്മളതിൻ്റെ മുമ്പ് തീർക്കൂലേ? പറ്റൂല, അങ്ങനെ തീർക്കാൻ പറ്റില്ല. ആ അലിഫിനാണ് അലിഫ് മദ് മുത്തസിൽ വാജിബ് 4 ഔ 5 ഹർക്കാത്ത് എന്ന് പറയാം. ഓക്കെ, മദ്ദുകൾ പലതരത്തിലുണ്ട്. അലിഫ് കൊണ്ട് ദീർഘമുണ്ട്, യാ കൊണ്ട് മദ്ദുണ്ട്, വാവ് കൊണ്ട് മദ്ദുണ്ട്. പക്ഷേ നോട്ട് സെയിം, എല്ലാം സെയിം ദീർഘമല്ല.
എല്ലാറ്റിൻ്റെയും ടൈമിംഗ്, ഡ്യൂറേഷൻ ഒരുപോലെയല്ല, വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ചില സമയങ്ങളിൽ അലിഫും യാവും വാവും രണ്ടക്ഷരത്തിൻ്റെ സമയമേ നൽകാൻ പാടുള്ളൂ. ഉദാഹരണം വഖാല, പറഞ്ഞു നോക്കൂ, വഖാല, താഴെ വഖീല, യഖൂലു, അവിടെ ഒന്നും അധികം ദീർഘമായി വഖാലല്ലാഹു എന്നൊന്നും പറയാൻ പാടില്ല. വഖാല, വഖീല, യഖൂലു. എന്നാൽ 4 അക്ഷരത്തിന്റെ സമയം കൊടുക്കേണ്ടതുണ്ട്. വസവാഉൻ പോലെ, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ തബൂഅ. ഇതൊക്കെ 4 അക്ഷരത്തിന്റെ സമയം നൽകിയിട്ട്, ഡ്യൂറേഷൻ നൽകിയിട്ട് വേണം പാരായണം ചെയ്യാൻ. എന്നാൽ ഇതോ പോരാ, 6 ആക്കണം. കാരണം ദീർഘത്തിന് ശേഷം ശദ്ദ് വന്നതാ. ദാബത്തിൻ ഒന്ന് ഓതി നോക്കൂ. നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി നിർണയിക്കുന്ന, അല്ലെങ്കിൽ അത് കൂടുതൽ സുസജ്ജമാക്കുന്ന, സംശുദ്ധമാക്കുന്ന ഒരു വോയിസ് തെറാപ്പി കൂടെ വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ പാരായണത്തിലൂടെ ലഭിക്കുന്നുണ്ട് എന്നത് അല്ലാഹ് നമുക്ക് നൽകിയ അനുഗ്രഹമായി കണക്കാക്കിക്കോ. പിന്നെയോ അൽഹാഖ, നമ്മളെങ്ങനെ ഓതുക? അൽഹാഖ, മൽഹാഖ, വമാ അദ്റാക മൽഹാഖ, അങ്ങനെ വാക്കാൻ പറ്റൂല. ദീർഘമായി തന്നെ ഓതണം. അത് 3 ആയത്തുകളും കൂട്ടി ഓതുകയാണെങ്കിലും ദീർഘമുണ്ടായിരിക്കണം. അൽഹാഖതു മൽഹാഖതു വമാ അദ്റാക മൽഹാഖ എന്ന് തന്നെ ദീർഘമായി വരേണ്ടതുണ്ട്. അതേപോലെ മറ്റൊന്ന് 6 അക്ഷരത്തിൽ വരുന്ന ആൽ ആന എന്ന പ്രയോഗമാണ്. ഇത് ഖുർആനിൽ ഈ ഒരു വാക്ക് മാത്രമേയുള്ളൂ. ഈ ഒരു വാക്ക് മാത്രമേ ദീർഘത്തിന് ശേഷം സുക്കൂൻ വരുന്നതുള്ളൂ. പക്ഷെ ഇത് 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. സൂറത്ത് യൂനുസിലെ 51, 91 വചനങ്ങളിലാണ്. ആൽ ആന എന്ന് തന്നെ ഓതണം. ആൽ ആന എന്ന് ഓതിയാ പോരാ. ആൽ ആന. സഹോദരങ്ങളെ, യാസീനിൽ നിന്ന് മാറിപ്പോയോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. യാസീനിലെ പാരായണത്തിന്റെ ഭാഗമായി പാരായണ പഠനം നടത്തുന്നത് കൊണ്ടാണ് സൗകര്യപൂർവ്വം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ദീർഘാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി പറയാം. അലിഫ്, യാ, വാവ് എന്നിവയാണ്. അഥവാ ആ എന്ന് വരാം, ഈ എന്ന് വരാം, ഊ എന്ന് വരാം. ഇതാണ് അറബിയിലുള്ള ദീർഘങ്ങൾ. ഓക്കെ. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്തു യാസീനിലെ ശ്രദ്ധേയമായ ഒരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ, ചിന്തനീയമായ ഗൗരവതരമായ ഒരു സൂക്തത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും ഒരുപാട് കർമ്മപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ആലോചിക്കേണ്ട ഒരു വചനം, ചാലകശക്തിയാകേണ്ട ഒരു വചനം, കർമ്മരേഖയെ സംബന്ധിച്ച് പറയുന്ന ഒരു വചനം. നമുക്കാർക്കെങ്കിലും ഭയപ്പാടുണ്ടായിട്ടുണ്ടോ? നമ്മൾ മരിച്ച് പിരിഞ്ഞു പോകുമ്പോൾ എന്തുണ്ടാകും നമ്മളുടെ, അല്ലേ? ഖുർആനിലെ യാസീനിൽ എത്ര മുബീൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എളുപ്പത്തിൽ മറുപടി പറയില്ലേ? മുബീൻ അല്ല ചോദിക്കേണ്ടത്. ഇത് 1-ാമത്തെ മുബീനല്ല. ഇത് 1-ാമത്തെ മുബീനല്ല. യാസീനിലെ 1-ാമത്തെ മുബീനല്ല ഇത്. മറിച്ച് യാസീനിൽ ആദ്യം വിശദീകരിക്കുന്ന ഇമാമും മുബീൻ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്റെയും നിങ്ങളുടെയും ഒക്കെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന, എഴുതി വെക്കുന്ന, എന്നിട്ടത് നോക്കി അവസാനം ഖിയാമത്ത് കഴിഞ്ഞിട്ട് ഹശ്റിന്റെ ദിവസം രക്ഷയോ ശിക്ഷയോ തീരുമാനിക്കപ്പെടേണ്ടത് ഈ ഇമാമും മുബീൻ എന്ന ഗ്രന്ഥത്തിലെ കർമ്മങ്ങൾ എടുത്തു നോക്കിയിട്ടാ. നോക്കൂ, നിങ്ങൾ അല്ലാഹു സൂചിപ്പിക്കുന്നത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും وكل شيء أحصيناه في إمام مبين.
തീർച്ചയായും മരണപ്പെടുന്നവരെ മുഴുവനും നാം പുനർജന്മം നൽകി എഴുന്നേൽപ്പിക്കും. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നാം രേഖപ്പെടുത്തുന്നുണ്ട്. മാ ഖദ്ദമു, അവർ മരണപ്പെടുന്നതിന് മുമ്പ് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകൂട്ടി ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ ആസാറഹും, അവരുടെ ആസാറുകളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹോദരികളെ, ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും സമാധാനിക്കാനുള്ളത് ഇന്നലെ വരെ ഇന്നുവരെ ചെയ്തു പോയ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, ആസാറായി എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പരിശോധിക്കണം. എന്താണ് ആസാർ എന്നറിയുമോ? നാം ഇന്ന് ചെയ്തത് കണ്ടിട്ട് നമ്മുടെ മക്കൾ ശീലമാക്കി പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർ പ്രവർത്തിക്കുന്നതിന്റെ പുണ്യത്തിൽ നിന്ന് ഒരു പ്രതിഫലം എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത് ആസാറാണ്, അടയാളമാണ്, ശേഷിപ്പുകളാണ്. വഴിയോരത്ത് ബസ് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എൻ്റെ പറമ്പിൽ നിന്ന് അല്പം വെട്ടിയെടുത്തിട്ട് സ്വന്തം തീരുമാനപ്രകാരം വെട്ടിയെടുത്ത് അവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ച ഒരു മനുഷ്യനോട് ഒരു സന്ദർഭത്തിൽ ഈ ഉള്ളവൻ ചോദിച്ചു, എന്തേ നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന്. യാദൃശ്ചികമായി അദ്ദേഹം പറയാ, ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ച ലേണിംഗ് ക്ലാസ്സിൽ വെച്ച് പഠിച്ച യാസീനിലെ ഈ 12ാമത്തെ വചനമാണ് എന്നെ സ്വാധീനിച്ചത് എന്ന്. എനിക്ക് ആസാറായി ഇതുണ്ടാകുമല്ലോ. ഈ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം, ഇതിലെ ഗതാഗതം നടക്കുന്നിടത്തോളം കാലം ആളുകൾക്ക് വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ വാഹനം കാത്തിരിക്കാൻ ഒരവസരം ഒരുക്കിയതിന് അത്രയും പ്രതിഫലം എനിക്കുണ്ടാകൂലേ എന്ന്. സ്വദഖത്തുൻ ജാരിയയാണ് മരണപ്പെട്ടാൽ പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന 3 കാര്യങ്ങളെന്ന് പഠിപ്പിച്ചപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച സ്വദഖത്തുൻ ജാരിയ അതിൽപ്പെടുന്നതാണ് ഈ ആസാർ എന്നത്. എന്തുണ്ടാകും എനിക്ക്? ഇന്ന് ഒരുപക്ഷെ ഈ സംഘടനാ നേതൃത്വത്തിന് ആലോചിക്കാം, ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയതിൻ്റെ പേരിൽ ഇനി അങ്ങോട്ട് KMCCയുടെ പ്രവർത്തനങ്ങളിൽ ഈ ഒരു രീതിശാസ്ത്രം സ്വീകരിക്കും, ഈ ഒരു ഐക്യ മനോഭാവം ഉണ്ടാകും എന്ന് ഉണ്ടാവുകയാണെങ്കിൽ, ഇനി അങ്ങോട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഈ സാരഥികൾക്ക് അള്ളാഹു ഇമാമും മുബീൻ എന്ന ഗ്രന്ഥത്തിൽ ആസാറായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് സമാശ്വസിക്കാം. അങ്ങനെ അള്ളാഹു നമുക്ക് ഒരുപാട് ആസാറുകൾ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്നാലോചിക്കുക. തുടർന്ന് 13 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു ഒരു രാജ്യത്തിന്റെ ഉപമയെ വിശദീകരിക്കുകയാണ്. ഒരു രാജ്യം മസൽ, അവരുടെ ഉപമ എന്താണെന്നറിയുമോ? അവർക്ക് 2 ദൂതന്മാർ വന്നു. ഇദ് അർസൽനാ ഇലൈഹിം മുസ്നൈൻ, 2 ദൂതന്മാരെ നാം ആ രാജ്യത്തിലേക്ക് പറഞ്ഞയച്ചു. ഫകദ്ദബൂഹുമാ, അവരെ തള്ളിക്കളഞ്ഞു, വ്യാജമാക്കി. അങ്ങനെ നാം 3ാമതൊരു ദൂതനെ കൂടെ പറഞ്ഞയച്ചു, 3ാമതൊരു റസൂലിനെ കൂടെ പറഞ്ഞയച്ചു. അപ്പോഴും അവർ പറഞ്ഞു, ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, നിങ്ങളൊരു ദൂതനൊന്നുമല്ല, അംഗീകരിക്കാൻ പറ്റൂല. അള്ളാഹു അങ്ങനെയൊന്നും പ്രത്യേകമായി ഒന്നും അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കള്ളം പറയാ. അപ്പോൾ ആ ദൂതന്മാർ പറയാ, ഖാലൂ റബ്ബുനാ യഅലം ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് പറഞ്ഞയക്കപ്പെട്ട ദൂതന്മാരാണെന്ന് അള്ളാഹ്ക്കറിയാം. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ശരി, ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നിർവഹിക്കും. കാരണം ഞങ്ങളുടെ ദൗത്യം വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, കാര്യം എത്തിക്കുക എന്നത് മാത്രമേ ഞങ്ങളുടെ ഉത്തരവാദിത്വമുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിതാ. പക്ഷേ അവർ വീണ്ടും പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ശല്യമായല്ലോ, തത്വയ്യർനാബിക്കും, നിങ്ങൾ മാറുന്നില്ലെങ്കിൽ ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കും കേട്ടോ. പക്ഷേ പ്രവാചകന്മാർ വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്കല്ല കുഴപ്പം പറ്റിയത്, നിങ്ങൾക്കാണ്. അങ്ങനെയാണ് ദൂരെയുള്ള ഒരാൾ വരുന്നത്, രാജ്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് മറ്റൊരു ദീനീ സ്നേഹി വരിക, പടച്ച തമ്പുരാനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി വരിക. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിന്തുടരണം. അവർ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. മല്ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദുൻ, അവർ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളോട്. എന്നിട്ട് പറയുന്ന പ്രയോഗം, 2 പ്രയോഗങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകട്ടെ. وما لي لا أعبد الذي فطرني وإليه ترجعون, എനിക്ക് നിങ്ങളോടും
നിങ്ങൾക്ക് സമൂഹത്തോടും കുടുംബത്തോടും പറയാനുള്ള പ്രയോഗമാണിത്. ഞാനെന്തിന് പടച്ച തമ്പുരാൻ അല്ലാത്തവരെ ആരാധിക്കണം? ഞാനെന്തിന് പടച്ച തമ്പുരാൻ അല്ലാത്തവരിൽ നിന്ന് ഭയപ്പെടണം? ഞാനെന്തിന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കണം? അവനാണ് എല്ലാം കേൾക്കുന്നവൻ, സമീഉം അലീമുമായ പടച്ച തമ്പുരാൻ ഉണ്ടായിരിക്കെ എന്തിന് ഞാൻ മറ്റുള്ളവരോട് ചോദിക്കണം, മറ്റുള്ളവരെ ഭയപ്പെടണം, മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കണം? കാരണം എന്തെന്നറിയുമോ? എനിക്ക് ന്യായമുണ്ടിത് പറയാൻ എന്നാണ് ആ ദൂരദിക്കിൽ നിന്ന് വന്ന സഹോദരൻ ഈ ആളുകളോട്, ഖൗമിനോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, വമാലിയ, എനിക്കെന്താ ലാ അഅ്ബുദു, ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാ ഉള്ളത്? ആരെ ആരാധിക്കാതിരിക്കാൻ? അല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനെ. അവിടെയാണ് വിഷയം. എന്നെ സൃഷ്ടിച്ചതാരാ? അവൻ മാത്രം, അവൻ മാത്രം. ഈമാൻ കാര്യത്തിൽ ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്ന് പാടി പഠിച്ചില്ലേ? എന്താ ഈമാൻ കാര്യത്തിന്റെ അവസാനം? ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്ന്. പിന്നെ എന്തിന് കൂട്ടരെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ഇതാരോ എന്തോ എവിടെയോ എങ്ങനെയോ എന്തിലോ ചെയ്തതാണെന്ന് ഭയപ്പെടണം? അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഒരാൾക്കും ഒന്നും ചെയ്യാൻ അസാധ്യം, സാധിക്കൂല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാനിൽ വിശ്വസിച്ചിട്ടില്ല എന്ന അർത്ഥം. അതാണ് ഈ വജാഅ മിൻ അഖ്സൽ മദീന റജുലുൻ എന്ന് പറഞ്ഞ റജുൽ ഇവരോട് പ്രഖ്യാപിച്ചത്. എന്നെ ആരാധിച്ചവനെയല്ലേ, എന്നെ സൃഷ്ടിച്ചവനെയല്ലേ ഞാൻ ആരാധിക്കേണ്ടത് എന്ന്. മറ്റൊരു പ്രയോഗം നോക്കൂ നിങ്ങൾ. ഇനി അല്ലാഹു അല്ലാത്ത ആരെങ്കിലും ഞാൻ ആരാധിച്ചാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന അധിപനായ പ്രപഞ്ചനാഥനായ അല്ലാഹു എനിക്കെന്തെങ്കിലും പ്രയാസം സൃഷ്ടിച്ചാൽ, എനിക്കെന്തെങ്കിലും രോഗം തന്നാൽ, എനിക്കെന്തെങ്കിലും വൈഷമ്യങ്ങളോ ദുരിതങ്ങളോ തന്നാൽ അത് നീക്കാൻ ഇവർക്കാർക്കും സാധ്യമല്ലല്ലോ എന്ന്. എന്തെങ്കിലും ഒരു ദുർറ് റഹ്മാൻ എനിക്ക് തന്നാൽ ലാ തുഗ്നി അന്നീ ശഫാഅതുഹും ശൈആ, ഒരു ശുപാർശയും അവരുടേതൊന്നും കിട്ടൂലല്ലോ. വലാ യുൻഖിദൂൻ, അവരാരും എന്നെ രക്ഷപ്പെടുത്തില്ലല്ലോ. ഞാനത് ഹൈലൈറ്റ് ചെയ്തതാ, വലാ യുൻഖിദൂൻ, അഥവാ എന്നെ രക്ഷപ്പെടുത്താൻ ഇവർക്കാർക്കും സാധ്യമല്ലല്ലോ. ആർക്കാ കഴിയ കൂട്ടരെ? ഖുർആൻ ചില സ്ഥലത്ത് ചോദിച്ചു, മരണപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവിടെ കാവൽ നിൽക്കുന്നു, നിങ്ങൾക്ക് കഴിയുമോ അവരെ പിടിച്ചു നിർത്താൻ? മൻ റാഖ്, ആരുണ്ട് അതിൽ നിന്ന് അവരെ പിടിച്ചു നിർത്താൻ? സാധ്യമല്ല എന്ന്. സഹോദരങ്ങളെ സഹോദരികളെ പരിശോധിക്കുക. സൂറത്തു യാസീൻ ഓതി തീർത്ത് മാത്രം പോകുന്നതല്ല, മറിച്ച് അതിലുപരിയായി അത് ജീവിതത്തിൽ പകർത്താനുള്ളതാ. സമയം അവസാനിക്കാറായെങ്കിൽ നിങ്ങൾ പറയണം, നിർത്താനായെങ്കിൽ നിങ്ങൾ പറയണം. എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചാൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ ക്ഷണിക്കുമ്പോൾ ഞാൻ നിർത്തും. അല്ല, എത്ര വരെ പോകാം? കുറച്ചുകൂടെ പോലെ ആയിക്കോട്ടെ. ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളിപ്പോൾ കാണുന്ന അക്ഷരങ്ങളില്ലേ, ഹ, സോദ്, ദാദ്, ഗൈൻ, തോ, ഖാഫ്, ള, അഥവാ ഹറക്കത്തിട്ട് ഉച്ചരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഒന്ന് ഉറക്കെ വായിച്ച എല്ലാവരും കൂടെ. ഹ, ഈ അക്ഷരങ്ങളൊക്കെ സാധാരണ അക്ഷരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്പം ഹെവി ആയിട്ട് ഉച്ചരിക്കണം. ഒന്ന് ഉച്ചരിച്ചു നോക്കുക. അല്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞോളൂ കേട്ടോ. ചിരിക്കാൻ പ്രയാസമുണ്ടോ? ഒന്ന് ചിരിക്കാം നമുക്ക്. ബ, ത, സ, ജ, ഹ. ഇനി ചിരിക്കാതിരുന്നേ. ഹ, ചിരിക്കരുത്, ഗൗരവത്തില. ഹ ഹെവി ലെറ്ററാണ്. 7 ഹെവി ലെറ്ററിൽ ഒന്നാണ് ഹ. പിന്നെ ചിരിക്കുക. ദ, ദ, റ, ചിരിക്കാതെ. റ, സ, സ, ഷ, സ, ചിരിയില്ല. സ, ബ, ത, വ, അ, അത് ചിരിക്കണം. അ, ഗ, ഫ, ക, ക, ല, മ, ന, ഹ, വ, യ. ഓക്കെ. ഇനി ഈ അക്ഷരങ്ങൾ, എത്ര അക്ഷരങ്ങളുടെ അവിടെ? റെഡ് 7 എണ്ണം. പിന്നെ റാഇനോ
ആ റാ ഫത്ഹ വരുന്ന സമയത്ത് അതും ഈ 7ന്റെ കൂടെ 7+1 8 അക്ഷരങ്ങൾ എന്താണ്? ഹെവി ലെറ്റേഴ്സാണ്. അത് വായ് നിറച്ച് സ്വരഭാരത്തോടു കൂടെ ഉച്ചരിക്കണം. പ്രത്യേകിച്ച് അതിന് അലിഫ് വരുമ്പോൾ ബ ത സ ജ ഹ ഖ ദ ദ റ സ സ ഷ ص ض ط ڵ ع غ ف ق ك ل م ن ഹ വ യ. ഓക്കെ. പക്ഷേ ഇപ്പോൾ അല്പം കൂടെ ചരിവ് കാണിക്കപ്പെടുന്നുണ്ടോ ചില സ്ഥലങ്ങളിൽ, ചില സന്ദർഭങ്ങളിലൊക്കെ? അത് ചില രാജ്യത്തെ സംസാര ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന ചരിവായതുകൊണ്ട് അത് നമുക്ക് സ്വീകരിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. എ ബേ തേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷിലെ എ പോലെ എ ബേ എന്ന് പറയേണ്ടതില്ല. മേലിക്കി അങ്ങനെ ചിലരൊക്കെ ഓതുന്നുണ്ട്. മേലിക്കി യൗമിദി അങ്ങനെ ഓതാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും നോക്കുമ്പോൾ അങ്ങനെ ഓതിയാൽ അങ്ങനെ ഒരു ചരിവില്ല. നേരെ മറിച്ച് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ആ എന്ന ചരിവുമല്ല. അതിനിടയ്ക്ക് നമ്മൾ യെസ് എന്ന് പറയാറില്ലേ? യെസ്, എളുപ്പത്തിൽ യെസ്. ആരെങ്കിലും യെസ് എന്ന് പറയുമോ? അല്ല, യെസ് പറയോ? യസ് എന്ന് പറയും. യെസ്, അതാണ്. ആ ഒരു ചരിവായിരിക്കണം ഉണ്ടാവേണ്ടത്. നമുക്കിതിങ്ങനെ ഒന്ന് പാടി നോക്കാം. അല്ലേ, ഒന്ന് പാടി നോക്കൂ. ചിലര് ഇപ്പോഴും പഴയ ആബാത്താസ് ആല എത്തുമ്പോ മാറണം. നിങ്ങൾക്ക് ഉസിരില്ലട്ടോ. ഒന്നൂടെ. ഫാന്നല്ല, ഫ അല്പം ചരിവ. ഫ ക. ആ എല്ലാം ലേശം പണിയാണ്. അവസാന അക്ഷരങ്ങൾ സുഖാണ്. നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചു നോക്കൂ. വളരെ സുന്ദരമായി പഠിച്ചു. ഇതൊക്കെ ഓരോ ദിവസം. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 4 സ്ഥലങ്ങളിൽ TTQ തദ്രീബു തജ്വീദിൽ ഖുർആൻ എന്ന പേരിൽ 100 മണിക്കൂർ കൊണ്ട് തജ്വീദ് പഠിക്കാൻ കഴിയും എന്ന് തൗഫീഖ്, അള്ളാഹിൻ്റെ തൗഫീഖോടെ പഠിക്കാൻ കഴിയും എന്ന രീതിയിൽ 4 സെന്ററുകൾ നടത്തുന്നുണ്ട്. അവിടെ ഇത് ഓരോന്നും ഒരുപാട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഇതൊക്കെ പഠിച്ചു പോകുന്നത്. അപ്പോൾ ക്ലിയറായി പഠിച്ചു പോകും. മുതിർന്ന ആളുകൾക്ക് മാത്രമുള്ള സംരംഭമാണത്. അങ്ങനെ നമുക്ക് പഠിച്ചു പോകാം, കുട്ടികളെ പഠിപ്പിക്കാം, പരിചയപ്പെടുത്തി കൊടുക്കാം. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനിലെ യാസീനിലെ 34 മുതൽ 42 വരെ ഉള്ള വചനങ്ങളിൽ യാസീൻ ഓതി തീർക്കാനുള്ളതല്ലെന്നും യാസീനിലൂടെ നിനക്ക് അള്ളാഹുവിൽ എത്തിച്ചേരാൻ കഴിയണമെന്നും രക്ഷാമാർഗം ലഭിക്കണമെന്നും പഠിപ്പിക്കുക. ഇനിയും നിനക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീയൊന്ന് നോക്ക്, ആകാശഗോളങ്ങളെ ഒന്ന് നോക്ക്. നീ വിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുക. നിർജീവമായ ഭൂമിയെ ആ ആകാശത്തിൽ നിന്ന് വർഷിച്ച മഴ കൊണ്ട് ആ ഭൂമി സസ്യലതാദികളാൽ പച്ചപ്പുള്ള ഭൂമിയായി മാറുന്നത് നീ ഒന്ന് നോക്ക്. അവിടെ മുളച്ചു വരുന്ന ധാന്യങ്ങളെ നീ ഒന്ന് നോക്ക്, അതിൻ്റെ വൈവിധ്യങ്ങൾ എന്താണെന്ന്. അവിടെ ഈത്തപ്പനയും മുന്തിരികളും അവയ്ക്കെല്ലാം സൗകര്യമായി തണുപ്പേകുന്ന ഉയൂൻ ഉറവകളും, എന്നിട്ട് ഒരുപാട് ഇണകളും, രാത്രിയും പകലും രാപ്പകലുകളുടെ മാറ്റവും, സൂര്യനും ചന്ദ്രനും ഗോളങ്ങളും കപ്പലുകളും നാൽക്കാലികളും എല്ലാം നീയൊന്ന് നോക്ക്. എങ്കിൽ നിനക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാൻ കഴിയും. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേട്ടാലും പറഞ്ഞറിയിക്കപ്പെട്ടാലും പല ആളുകളും വമാ തഅതീഹിം മിൻ ആയതിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുന്നിലൂടെയും പിന്നിലൂടെയും പല ആയത്തുകളിലും അല്ലാഹ് അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്.
ഏതെല്ലാം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ അവർക്ക് നൽകിയാലും കാണിച്ചാലും ശരി, അവർ അതിനെയെല്ലാം തള്ളിക്കളയുകയാണ്, അവഗണിക്കുകയാ. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. വിശുദ്ധ ഖുർആൻ ശേഷം വിശദീകരിക്കുന്നത്, അവരോട് നിങ്ങൾ ദാനധർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരുപാടുണ്ടല്ലോ. وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا رَزَقَكُمُ اللَّهُ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം, ദാനധർമ്മം ചെയ്യണം എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലല്ലദീന കഫറൂ, ഇതെല്ലാം നിഷേധിക്കുന്ന ആളുകൾ പറയാ, ലില്ലദീന ആമനു, വിശ്വാസികളായ ആളുകളോട് പറയും, അനുതുഇമു മല്ലൗ യശാഉല്ലാഹു അത്അമ, ഞങ്ങൾ വേണോ അവരെ ഭക്ഷിപ്പിക്കാൻ? വേണോന്നുണ്ടെ അള്ളാഹ്ക്ക് തന്നെ തിന്നാൻ കൊടുത്തൂടായിനോ? സൃഷ്ടിച്ച് പറഞ്ഞേക്ക് വേണം മാത്രമാണോ അള്ള ചെയ്യേണ്ടത്? തിന്നാനും കൂടെ ഓർക്ക് തന്നെ കൊടുത്തൂടായിനോ? പടച്ചോൻ തന്നെ കൊടുത്തൂടായിരുന്നോ? ഞങ്ങളത് നൽകാനോ? എന്താ നിങ്ങൾ പറയുന്നത്? ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, നിങ്ങളാണ് സത്യത്തിൽ വഴികെട്ട ആളുകൾ എന്ന് വിശ്വാസികളോട് നേർക്ക് കാഫിറുകളായ ആളുകൾ ചോദിക്കുക. അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ, പള്ളി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, ജനസേവന പ്രവർത്തനങ്ങളിൽ, രോഗശുശ്രൂഷ മാർഗങ്ങളിൽ എന്തെങ്കിലും ചെലവഴിക്കണം എന്ന് പറയുന്ന പടച്ചതം